മുകേഷ് MLA-ക്കെതിരെ മരട് പോലീസ് കേസെടുത്തു. എറണാകുളം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെയും കേസെടുത്തു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, മുകേഷ് MLA-ക്കെതിരെ കേസെടുത്തു. ഈ ഗുരുതര ആരോപണങ്ങളിൽ ഗുരുതര വകുപ്പുകളിൽ കേസെടുത്തു എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു കേസ് മാത്രമല്ല, അത് രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് വിഷ്ണു. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. 2 ദിവസം മുമ്പാണ് ചലച്ചിത്ര പ്രവർത്തക മുകേഷിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലിന് പിന്നാലെ അവർ ഇതൊരു പരാതിയായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുകയും ചെയ്തു. ആ പരാതിയിൽ ചില ഗുരുതരമായ ആരോപണങ്ങളൊക്കെ മുകേഷിനെതിരെ ഉന്നയിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും അടിയന്തരമായി ഇന്നലെ തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗങ്ങളായ അജിത ബീഗവും അതോടൊപ്പം തന്നെ പൂങ്കുഴലിയും നേരിട്ട ഈ പരാതിക്കാരിയുടെ അടുത്തെത്തുകയും അവരുടെ പക്കൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ആ മൊഴിയിൽ താൻ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മൊഴിയായി തന്നെ അവർ പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തു. ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറാകുകയും ചെയ്തിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ ആരോപണം മാത്രമല്ല അതിൽ ചില വസ്തുതകളുണ്ട് എന്നൊരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനാണ് പരാതി നൽകിയെങ്കിലും ആ പരാതി മരട് പോലീസിന് കൈമാറുകയായിരുന്നു. ഈ മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് മുകേഷ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നായിരുന്നു ഇവരുടെ ഈ ആരോപണത്തിലും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയ പരാതിയിലും വ്യക്തമാക്കിയിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മരട് പോലീസ് 354 നേരത്തെ രഞ്ജിത്തിനെതിരെ ചുമത്തിയ വകുപ്പാണ്. അതിൽ കൂടുതൽ വകുപ്പുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിൽ കുറച്ച് വ്യക്തത കൂടി വരേണ്ടതുണ്ട്. ഇവർ നൽകിയ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് 376(1), അതോടൊപ്പം തന്നെ 452, പിന്നാലെ 509 IPC തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഈ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. അതിൽ 359 സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. മറ്റു വകുപ്പുകളുടെ കാര്യം പരിശോധിച്ച് വരികയാണ്. ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണ്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിക്കെതിരെയാണ് കേരളത്തിൽ ഒരു മിട്ടു ആരോപണത്തിന്റെ ഭാഗമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ CPIM-ന്റെ MLA കൂടിയാണ് എന്നുള്ളത് ഈ കേസിന്റെ ഗുരുതര സ്വഭാവം വർദ്ധിപ്പിക്കുന്നു. ഇനി രാഷ്ട്രീയമായി വലിയ കോളിളക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം മുകേഷിന്റെ ഈ രാജി ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. ഇത് ഒരാരോപണം മാത്രമല്ല, മുകേഷിനെതിരെ വരുന്ന 3ാമത്തെ ആരോപണമാണ്. അതിൽ 3ാമത്തെ ആരോപണത്തിൽ മാത്രമാണ് പരാതി ഉണ്ടാകുകയും കേസെടുക്കുകയും ചെയ്തത്. മറ്റ് ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അവർ മുകേഷിനെതിരെ പരാതിയുമായി എത്തുമോ എന്നുള്ള കാര്യത്തിലും ഒരു പരാതിയുമായി എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മുകേഷിന്റെ രാജിക്കായുള്ള ആവശ്യം ശക്തമാകുന്നു. ഇനി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് കൊണ്ട് തന്നെ മുകേഷിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ മറ്റ് അടുത്ത നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. മുകേഷ് ഇതിനിടയിൽ ഈ ജാമ്യമില്ലാ വകുപ്പായതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. രാഷ്ട്രീയമായി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കേസാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെയും സിദ്ദിഖിനെതിരെയും എടുത്തിരുന്നു. അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. രഞ്ജിത്തിനെതിരെയുള്ള കേസ് കുറച്ചുകൂടി രാഷ്ട്രീയമായി ചർച്ച ചെയ്യുമ്പോൾ അതിനെല്ലാം അപ്പുറത്താണ് മുകേഷിനെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്. അതിന് ഗുരുതര സ്വഭാവമുണ്ട്. പ്രതിപക്ഷ ആരോപണങ്ങൾ ശക്തമാകുന്നു, പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തമാകുന്നു. പ്രതിപക്ഷം മാത്രമല്ല, CPI ആനി രാജ തന്നെ നേരത്തെ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയതാണ്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുകേഷ് രാജിവെക്കണമെന്ന്. അപ്പോഴും പാർട്ടി ഈ MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നിലപാട് മുകേഷിനെ അറിയിച്ചിട്ടില്ല. ഒരു പക്ഷേ പാർട്ടി അതിൽ ന്യായീകരിക്കുന്നത് നേരത്തെ പ്രതിപക്ഷ MLA-മാർക്കെതിരെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു വന്നിരുന്നു. എൽദോസ് കുന്നപ്പള്ളി, പെരുമ്പാവൂർ MLA ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അവർ രാജിവെച്ചിട്ടില്ല. കേസ് തെളിഞ്ഞ ശേഷം മാത്രം മതി രാജി എന്നായിരുന്നു പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് ഞങ്ങളും ആ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ആണ് പരോക്ഷമായി CPM-ന്റെ ഒരു മറുപടി. പക്ഷേ അതൊരു ഇടതുപക്ഷ നയത്തിനെതിരാണ് എന്ന് ഇതിനോടകം തന്നെ സാമൂഹ്യ പ്രവർത്തകരും ഇടത് നിരീക്ഷകർ പോലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെ സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, 100 വനിതകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന്. ഇനി മുകേഷ് MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാക്കുകയും ചെയ്യും. ഹാഷ്മി. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ജനപ്രതിനിധിയായി തുടരാൻ മുകേഷിന് ഇനി ധാർമ്മികമായ അവകാശമുണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. പാർട്ടിയുടെ ഘടകകക്ഷിയിൽ നിന്ന് തന്നെ ഇതിന് എതിർപ്പുകളും പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 100 പ്രധാനപ്പെട്ട വനിതാ പ്രവർത്തകർ അല്ലെങ്കിൽ വനിതാ ആക്ടിവിസ്റ്റുകൾ, സാറ ടീച്ചർ അടക്കമുള്ളവർ
MLA സ്ഥാനത്ത് രാജിവെക്കണം, ഇല്ലെങ്കിൽ പുറത്താക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് പ്രസ്താവനയായി ഒരു കത്തായി നൽകുന്നത്. അതിന് പിന്നാലെ കേസെടുക്കലുണ്ടാകുന്നു. ഇന്നിപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങളും രാഷ്ട്രീയ സമരങ്ങളും ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ച ഇന്നും ഉണ്ടാകും. എന്തായാലും അത് ഉറപ്പായും CPM-നെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. എം മുകേഷ് MLA ഉടൻ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നത് മറ്റാരുമല്ല, CPI നേതാവ് ആനി രാജയാണ്. ഒരു നിമിഷം പോലും പദവിയിൽ തുടരരുത് എന്ന് ആനി രാജ പറയുകയാണ്. മുകേഷ് ആയിരുന്നാലും ആരായിരുന്നാലും ഇപ്പോ ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഇത്തരം പൊസിഷനിൽ ഇരിക്കുന്നവർ സ്വയം ഒഴിയേണ്ടതായിരുന്നു. ഒഴിയാത്ത സാഹചര്യമുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പം കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും അദ്ദേഹം ആ പദവിയിൽ തുടരാൻ യോഗ്യനല്ല, തുടരാൻ പാടില്ല. അതാണ്. അപ്പോ സ്വയം രാജിവെച്ച് ഒഴിയില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ കാര്യം ഉറപ്പുവരുത്താം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KR ഗോപികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. KR ഗോപികൃഷ്ണൻ, ഇവിടെ ഒരു MLA-ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്തേക്കാണ് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ അതിനപ്പുറം MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളുടെ ഒരു ദിവസമാവില്ലേ അപ്പോൾ ഇന്ന്? ഹാഷ്മി, സ്വാഭാവികമായിട്ടും മുകേഷിനെതിരായിട്ടുള്ള രാജ്യസമ്മർദ്ദം കുറെ കൂടി ശക്തിപ്പെടാൻ പോകുന്ന മണിക്കൂറുകളാണ് ഇന്നത്തെ ദിവസം വരാനിരിക്കുന്നത്. നമുക്കറിയാം, CPM-ന് മുകേഷിനെ സംരക്ഷിച്ചു നിർത്താനോ അതല്ലെങ്കിൽ മുകേഷിന്റെ രാജ്യ ആവശ്യത്തോ പ്രതിരോധിച്ചു നിർത്താനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ മുകേഷിനെതിരായിട്ടുള്ള ശക്തമായ വികാരം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടമായതാണ്. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെക്കേണ്ട എന്നൊരു നിലപാട് മുകേഷ് എടുത്തിരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, MLA പദവി ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ രാജിവെക്കേണ്ടതില്ല എന്ന ഒരു സമീപനമായിരുന്നു മുകേഷിനുണ്ടായിരുന്നത്. മാത്രമല്ല, CPM-ന്റെ ഉന്നത നേതൃത്വങ്ങളിൽ നിന്ന് മുകേഷിന്റെ ഈ നിലപാടിന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സംശയിക്കണം. ഏതായാലും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും സാമൂഹിക രംഗത്തു നിന്നുമൊക്കെയുള്ള ശക്തമായ സമ്മർദ്ദം മുകേഷിന് മേലുണ്ട്. ഇത് കേവലം ഒരു നടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഹാഷ്മി. നമുക്കറിയാം, മുകേഷിന്റെ മുൻ ഭാര്യ സരിത നടത്തിയിരുന്ന വെളിപ്പെടുത്തലുകൾ, മുൻകാലങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ്. അതായത്, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ചൂഷണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഗാർഹിക പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ഇപ്പോൾ മുകേഷിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ മുകേഷിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഒന്നുകൂടി ശക്തിപ്പെടുന്നതാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ മുകേഷിന് ഇനി ഏതെങ്കിലും തരത്തിൽ രാജിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കരുതാൻ കഴിയില്ല. മാത്രമല്ല, CPM ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്, ഇതുവരെ സ്വീകരിച്ച ഒരു നിലപാട്, ഇതിനു മുൻപ് UDF-ലെ അംഗങ്ങൾക്കെതിരെ, MLA-മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവരാരും MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ലല്ലോ എന്നതാണ്. നമുക്കറിയാം, കോവളം MLA M. വിൻസെന്റിനെതിരെ ഉയർന്ന ആരോപണമാണെങ്കിലും അതല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉയർന്നു വന്ന ആരോപണമാണെങ്കിലും അവരൊന്നും തന്നെ രാജിവെച്ചിട്ടില്ലല്ലോ എന്നൊരു ന്യായം CPM പരസ്യമായിട്ടല്ലെങ്കിലും അങ്ങനെ ഒരു ന്യായം ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലും നിലവിലെ സാഹചര്യത്തിൽ മുകേഷിന് അനുകൂലമായി നിൽക്കില്ല എന്ന് വേണം ഹാഷ്മി നമ്മൾ മനസ്സിലാക്കാൻ. ഒന്ന്, സാറ ടീച്ചറെ പോലുള്ളവരുടെ നേതൃത്വത്തിലുള്ള സ്ത്രീപക്ഷ പ്രവർത്തകർ ഏതാണ്ട് 100 പേരടങ്ങുന്നവർ ഒപ്പിട്ടുകൊണ്ടും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംയുക്ത പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. മാത്രമല്ല, CPM-നകത്തും CPI-ക്കകത്തും, അതായത് ഇടതുപക്ഷത്തിനകത്ത് നിന്ന് തന്നെ സ്ത്രീകൾ സ്വാഭാവികമായും മുകേഷിന്റെ രാജി അനിവാര്യമാണ് എന്നൊരു നിലപാടെടുത്തു. അതിൽ ഒരാളാണ് ഇപ്പോൾ അല്പം മുൻപ് നമ്മളോട് സംസാരിച്ച CPI-യുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് നിന്നും ഒരു വിഭാഗത്തിന്റെ വലിയ സമ്മർദ്ദം മുകേഷിന്റെ രാജിക്ക് വേണ്ടിയുണ്ട്. പാർട്ടിക്ക് പുറത്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദവും രൂപപ്പെടുന്നുണ്ട്. അതായത്, ഇത് കേവലം ഒരു ലൈംഗിക പീഡന ആരോപണം എന്നതിനപ്പുറത്ത് മുകേഷ് തൊഴിലിടത്തിലും കുടുംബത്തിലും ഒക്കെ മുകേഷിന്റെ നിലപാടുകൾ, സ്ത്രീകളോടുള്ള മുകേഷിന്റെ സമീപനം സംബന്ധിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു കൊല്ലത്തെ ജനതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനപ്രതിനിധിയായി മുകേഷിന് ധാർമ്മികമായി തുടരാൻ കഴിയുക എന്ന ചോദ്യം ഒരു ഭാഗത്തുണ്ട്. മാത്രമല്ല, സ്ത്രീ സംരക്ഷണ നിലപാട് സ്വീകരിക്കുന്നു എന്ന് നിരന്തരം ആവർത്തിച്ചു പറയുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മുകേഷിനെ ഇനി സംരക്ഷിച്ചു നിർത്തുക എന്നത് വളരെ പ്രയാസമാണ്. 354 വകുപ്പ് അനുസരിച്ചാണ് വകുപ്പ് ചുമത്തിയാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ആണ് ആ വകുപ്പിൽ പറയുന്നത്. 1 മുതൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് മുകേഷിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉണ്ടാകുന്നു
ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല 354 വകുപ്പ് പ്രകാരം പോലീസിന് കേസെടുക്കേണ്ട സാഹചര്യം കൂടി വന്നിരിക്കുന്നു. മാത്രമല്ല മുൻകാലങ്ങളിൽ മുകേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി സജീവമായി കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാകുന്നു. സ്വന്തം തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന ആരോപണവും അതോടൊപ്പം തന്നെ ഗാർഹിക പീഡനം അടക്കമുള്ള ബലാത്സംഗ കുറ്റം അടക്കമുള്ള ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ CPM-ന് മുകേഷിനെ സംരക്ഷിച്ചു നിർത്താൻ ധാർമ്മികമായോ രാഷ്ട്രീയമായോ ഒരു ന്യായം ഇനി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്നതാണ് നിലവിൽ ഈ സാഹചര്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നയരൂപീകരണ സമിതിയിൽ മുകേഷിന് നിർബന്ധമായും അദ്ദേഹത്തിന് ആ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിയേണ്ടി വരും. കാരണം ചലച്ചിത്ര മേഖലയിലെ ലിംഗസമത്വം അടക്കം തുല്യവേതനം അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ നയമായി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നതിൽ ആലോചനകൾ നടക്കുന്ന സമിതിയാണ് നയരൂപീകരണ സമിതി. ഷാജിയൻ കരുണിന്റെ അധ്യക്ഷതയിലുള്ള നയരൂപീകരണ സമിതിയിൽ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ അടക്കം നേരിടുന്ന ഒരു അംഗത്തിന്, ഒരു ജനപ്രതിനിധിക്ക് അതിൽ തുടരാൻ കഴിയില്ല. അത് ധാർമ്മികമായി മുകേഷിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നയരൂപീകരണ സമിതിയിൽ നിന്നുള്ള മുകേഷിന്റെ രാജി അനിവാര്യമാണ്. മാത്രമല്ല 354 വകുപ്പ് പ്രകാരം മരട് പോലീസ് കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ജനപ്രതിനിധിയായ മുകേഷിനെ തുടരുക എന്ന ഒരു നിലപാട് CPM-ന് സ്വീകരിക്കാൻ കഴിയുമോ എന്നതും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. ഹാഷ്മി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ KR ഗോപികൃഷ്ണൻ പറയുകയായിരുന്നു, അതിലെ സാഹചര്യം, അതിലെ രാഷ്ട്രീയ സാഹചര്യം പറയുകയായിരുന്നു. നളിനി നെറ്റോ കേസിൽ ആ മന്ത്രിയോട് രാജി ആവശ്യപ്പെട്ട ചരിത്രമൊക്കെ LDF-നുണ്ട്. നീൽ ലോഹിദാസിനോട് രാജി ആവശ്യപ്പെട്ട ചരിത്രമൊക്കെ LDF-നുണ്ട്. അത് മാത്രമല്ല ഈ പറയുന്ന എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നതാണ് CPM LDF-ഉം ഒക്കെ. അപ്പോൾ കോൺഗ്രസ് MLA-മാർക്കെതിരെ കേസെടുത്തപ്പോൾ അവർ MLA സ്ഥാനം രാജിവെച്ചോ? എന്നാൽ കേവലം ഒരു രാഷ്ട്രീയ പ്രതിരോധം കൊണ്ട് മാത്രം അതിന് മറുപടിയാകുമോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നു.